ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പൂർക്കാനായി പോകുന്ന നിത്യയുടെ പിന്നാലെ ജീവൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നു. നിത്യയുടെ അരികിലേക്ക് വന്ന് വീണ്ടും അവനെ കാണാനായിട്ടല്ലേ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അല്ലെങ്കിലും മറ്റൊരുത്തരെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് എങ്ങനെ നിനക്ക് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നു? അല്ലെങ്കിലും നീ വലിയ അഭിനേതാവ് തന്നെയാണല്ലോ. അല്ല, ഇതൊക്കെ നീ പഠിച്ചെടുത്തത് ആ നാട്ടിൻപുറത്ത് നിന്ന് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ട് സഹിക്കാനാകാതെ നിത്യ വേഗം തന്റെ അരികിൽ നിൽക്കുന്ന ജീവനെ നോക്കി. അതെ, കുറെ നേരമായല്ലോ നാട്ടിൻപുറത്തെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത്. അതെ, ഞാൻ ആരുടെയും പിന്നാലെ വന്നതല്ലോ, എന്റെ പിന്നാലെ വന്നതല്ലേ. അന്ന് ഈ കാണിക്കുന്ന വൃത്തികെട്ട ആണത്തം അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കുമായിരുന്നില്ലല്ലോ എന്ന് നിത്യ ദേഷ്യത്തോടെ ജീവനോട് ചോദിച്ചു. അതെല്ലാം കേട്ടു നിൽക്കുന്ന നിത്യയുടെ വാക്കുകൾ കേട്ട് ജീവനൊന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നിത്യ പറഞ്ഞു, അമ്മയുടെ വാക്കുകൾ ഒരിക്കലും ധിക്കരിക്കരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും വീണ്ടും പൂ പറിക്കാനായി ഇറങ്ങി വന്നത്. ഇനി എന്തായാലും അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിത്യ പൂ ഇറുക്കാതെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ വീണ്ടും പിന്നിൽ നിന്ന് പറഞ്ഞു, ഓ അത് ശരി, നീ ഇപ്പോഴും പൂ ഇറുക്കാർ അകത്തേക്ക് കയറി ചെല്ലുമ്പോ അമ്മ ചോദിക്കുമല്ലോ, അപ്പൊ നിനക്ക് പറയാമല്ലോ എന്നെ കുറിച്ച് കുറ്റങ്ങൾ അല്ലെ, അതുകൊണ്ടല്ലേ നീ ഇപ്പോ തിരിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും നിത്യയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അവസാനം സഹിയേട്ട നിത്യ പൂ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തുള്ള ചെടിയിൽ നിന്ന് പൂക്കൾ എടുക്കാനായി നിത്യ പോയി നിന്നു. ഇത് കണ്ട് ജീവൻ വീണ്ടും അപ്പുറത്തെ സാറിയുടെ വീട്ടിൽ ടെറസിൽ നിന്ന് അവിടെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുവിനെ നോക്കി. എന്നിട്ട് അരികിലേക്ക് വീണ്ടും എത്തുകയാണ് ജീവൻ നിത്യയുടെ അരികിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു, അത് ശരി, പിന്നാമ്പുറത്തിന് നിന്റെ പുറകിന്റെ സ്ട്രക്ചർ കൂടി അവനൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കുമല്ലേ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആകെ വിഷമത്തിലാകുന്നു നിത്യ. ജീവനെ എതിർക്കാനായി കഴിയാത്തതിന്റെ വേദനയിൽ വേഗം തന്നെ നിത്യ വാതിക്കലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുവിനെ വിളിച്ചു, ഏയ്, സ്വന്തം വ്യായാമത്തെക്കുറിച്ചും സ്വന്തം ശരീര സൗന്ദര്യവും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇങ്ങനെ അകത്ത് നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു നിന്നാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ അകത്ത് നിന്ന് ചെയ്തൂടെ? അപ്പുറത്തൊക്കെ സ്ത്രീകൾ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നിത്യ സംസാരിച്ചു. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് മനുവിന്റെ കൂട്ടുകാരനെത്തി. അതെ, ഇവനിവിടെ നിന്ന് അവന് ഇഷ്ടമുള്ളത് ചെയ്യും. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ മനോരോഗിയായ വല്ല ഭർത്താവോ സംശയരോഗിയായ ഭർത്താവോ മറ്റോ ഉണ്ടെങ്കിലേ അവരെ കൊണ്ട് ചികിത്സിക്കണം, അല്ലാതെ നാട്ടുകാരെ ഞങ്ങളുടെ മേലെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത് എന്ന് മനുവിന്റെ കൂട്ടുകാരൻ ദേഷ്യപ്പെട്ടു. ഇത് കേട്ട മനു കൂട്ടുകാരനെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും ഉടനെ കൂട്ടുകാരൻ ദേഷ്യത്തോടെ വീണ്ടും നിത്യയോട് പറഞ്ഞു, അതെ, നിങ്ങളുടെ ഭർത്താവിന്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കണം, അതിനെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം മെക്കിട്ട് കയറല്ലേ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. നിത്യ ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് സാറ എത്തി. മനുവിന്റെ കൂട്ടുകാരൻ നിത്യയോട് നേരെ ദേഷ്യപ്പെടുന്നത് കേട്ട് സാറ വേഗം അവനെ പിടിച്ചു നിർത്തറ എന്ന് പറഞ്ഞ് അവന്റെ മുഖം തീർത്ത് സാറ തല്ലുന്നു. അവസാനം തല്ലുകൊണ്ട് അവൻ ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ അവനോട് സാറ പറഞ്ഞു, മേലാൽ നിത്യയോട് ഇങ്ങനെ സംസാരിച്ചു പോകരുത്, അകത്തേക്ക് എന്ന് പറഞ്ഞ് മറ്റാരാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാനായി പറഞ്ഞ് സാറ അവരെ താക്കീത് ചെയ്തു. അവർ രണ്ടുപേരും അകത്തേക്ക് പോയി. ഈ സമയത്ത് സാറ വാതിക്കൽ അവിടേക്ക് എത്തി. നിത്യ നോക്കി പറഞ്ഞു, നിത്യ, വെരി സോറി, അവർക്ക് നിത്യയോട് യാതൊരു പരിഭവമില്ല. എനിക്കറിയാം നിത്യ മനഃപൂർവ്വം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സംസാരിച്ചതാണെന്ന്. നിത്യ അറിഞ്ഞുകൊണ്ടല്ല, താല്പര്യപ്പെട്ടിട്ടല്ല എന്ന് എനിക്കറിയാം എന്ന് സാറ നിത്യ നോക്കി പറയുമ്പോൾ നിത്യ ആകെ വിഷമത്തോടെ ജീവനെ ഒന്ന് നോക്കുന്നു. നിത്യ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ജീവൻ നിത്യയെ നോക്കിയിട്ട് ചോദിച്ചു, ഹോ, ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നീ വീണ്ടും സ്കോർ ചെയ്യാൻ വേണ്ടിയാണല്ലോ. നീ ഇതുപോലെയൊക്കെ കാണിച്ചാൽ നീ ഒരു ഉത്തമയായ ഭാര്യയാണെന്നും വലിയ പതിവ്രതയാണെന്നും ഒക്കെ അങ്ങ് മറ്റുള്ളവർ ധരിക്കുമായിരിക്കും, പക്ഷെ അതിന് ജീവനെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ നിത്യ പറഞ്ഞു, അത് ശരി, അങ്ങനെ ഞാൻ അത്ര നന്മയുള്ളവളാണെന്നും പരിശുദ്ധിയാണെന്നും ഞാൻ പറയണ്ട, അതിന് അമ്മ തന്നെ വരട്ടെ, അമ്മേ എന്ന് പറഞ്ഞ് നിത്യ അമ്മയെ വിളിക്കുമ്പോഴേക്കും ജീവനാകെ പേടിച്ചു. ഓ, പിന്നെ നീ കയറി പൊയ്ക്കോ, എന്റെ അമ്മയല്ലേ, നിന്റെ അമ്മയല്ലല്ലോ എന്ന് പറഞ്ഞ് ജീവൻ പിന്നാമ്പുറത്തേക്കായി പോകുന്നു. അങ്ങനെ അമ്മയെ വിളിച്ചത് കേട്ട് പേടിച്ചുകൊണ്ട് നിത്യയുടെ അരികിൽ നിന്ന് ജീവൻ പോകുന്നത് കണ്ട് നിത്യ ആകെ വിഷമത്തോടെ നിന്നു. ഈ സമയത്ത് അവിടെ ജോഗിങ് ചെയ്തതിന്റെ പേരിൽ തന്നെ സാറ ചേച്ചി തല്ലിയതിന്റെ വിഷമത്തിൽ മനുവും കൂട്ടുകാരനും കൂടി അവിടെ ടെറസിന് മുകളിൽ വന്ന് വിഷമത്തോടെ നിന്നു. സാറ അവിടേക്ക് എത്തി മനുവിന്റെ കൂട്ടുകാരൻ ടോമിനോട് ക്ഷമ ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, സാറേച്ചി, ഞങ്ങളെ തല്ലിയാലൊന്നും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ പേരിലാണെങ്കിൽ. പക്ഷെ ഇത് ചുമ്മാ അവർ വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയത് എന്തിനാ എന്ന് ചോദിച്ചപ്പം
മനു പറഞ്ഞു. അല്ലെങ്കിലും നിത്യേച്ചി ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് മനു വിഷമത്തോടെ പറഞ്ഞത് കേട്ട് സാറ പറഞ്ഞു, അതെ, നിത്യയ്ക്ക് നിങ്ങളെയും നമ്മളെയൊക്കെ വലിയ ഇഷ്ടമാണ്. സത്യത്തിൽ അവളുടെ നിവൃത്തികേട് കൊണ്ടാണ് അവൾ അങ്ങനെയെല്ലാം പെരുമാറിയത്. അവൾ ഇഷ്ടപ്പെട്ടിട്ടല്ല അങ്ങനെയൊക്കെ സംസാരിച്ചത്. അത് കേട്ടപ്പോഴേക്കും മനുവും കൂട്ടുകാരനും കൂടി സാറയെ നോക്കി. അല്ല, ചേച്ചി എന്തിനാ പിന്നെ അങ്ങനെയൊക്കെ പെരുമാറിയത്? ഉടനെ സാറ പറഞ്ഞു, നമ്മളെ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, ജീവനാണ്. പക്ഷേ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാവും. അവളുടെ കൂടെയുള്ള ഒരു മനോരോഗി ഉണ്ടല്ലോ, അവൻ ഏതെങ്കിലും വിധേന അവളെ വേദനിപ്പിച്ചു കാണും. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു ചോദിച്ചു, അല്ല, ചേച്ചി എന്തിനാ ഇങ്ങനെ അയാളെ ഇങ്ങനെ സഹിക്കുന്നത്? അത് കേട്ട ഉടനെ മനു, നിനക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അതിന്റെ പേരാണ് വിവാഹം. അങ്ങനെയുള്ള അവസ്ഥയിൽ അവൾക്ക് ഇതൊക്കെ സഹിച്ചേ പറ്റൂ. വിവാഹം എന്ന അക്ഷരം കൊണ്ടാണ് അവള് കുരുക്കിലകപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ മനോരോഗിയായ ജീവൻ അവളുടെ മേൽ താലി ചാർത്തിയതിന്റെ പേരിൽ അവൾ ഇതെല്ലാം അനുഭവിക്കുന്നു. അവൻ ഇതൊക്കെ ആസ്വദിച്ച് അവളെ വേദനിപ്പിച്ച് ജീവിക്കുന്നു. അത് കേട്ട് മനുവും കൂട്ടുകാരനും വിഷമത്തോടെ ഇരുന്നു. അപ്പോഴാണ് രഘുവിന്റെ റൂമിലേക്ക് ചായയുമായി സുജാത എത്തിയത്. സുജാതയുടെ മുഖം തെളിയാതിരിക്കുന്നത് കണ്ട് കാര്യമെന്താണെന്ന് രഘു അന്വേഷിച്ചു. നിത്യമോളെ കുറിച്ച് ഓർത്തിട്ടാണ് തന്റെ സങ്കടമെന്ന് സുജാത പറഞ്ഞു. അവൾക്ക് വല്ലാത്ത പേടിയാണെന്ന് ഇപ്പോൾ എന്നോട് പറയുകയുണ്ടായി. നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയാണെന്ന്. അത് കേട്ടപ്പോഴേക്കും രഘു സുജാതയെ സമാധാനപ്പെടുത്തി. അത് മോള് വെറുതെ പറഞ്ഞായിരിക്കും, താൻ അതൊന്നും ഓർത്ത് ആശങ്കപ്പെടണ്ട എന്ന് സുജാതയെ സമാധാനപ്പെടുത്തുമ്പോൾ സുജാത പറഞ്ഞു, അങ്ങനെയല്ല രഘുവേട്ട, എന്തോ കാര്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ മോൾ അങ്ങനെയൊന്നും പറയില്ല എന്ന് സങ്കടത്തോടെ സുജാത അറിയിച്ചു. ഉടനെ രഘു പറഞ്ഞു, എടോ, താനെപ്പോഴും മോളുടെ കാര്യം മാത്രം ആലോചിച്ചിങ്ങനെ നടക്കുന്നത് കൊണ്ടാ. പിന്നെ താൻ ഏറ്റവും കൂടുതൽ ഒരാൾ ആരെങ്കിലും സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ അങ്ങേയറ്റം സ്നേഹിക്കും. അതാണ് തന്റെ സ്വഭാവം. അത് കൂടുതൽ അറിയാവുന്നത് എനിക്കല്ലേ. പിന്നെ ഏതു നേരവും മോളുടെ കാര്യം മാത്രമാണ് തന്റെ ചിന്ത. മോളെ കുറിച്ച് മാത്രമാണ് എപ്പോഴും ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും. അതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ദൈവത്തോട് പോലും പറയാത്ത കാര്യങ്ങൾ നിത്യമോൾ തന്നോട് പറയും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഇനി അഥവാ മോൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെന്ന് തനിക്ക് തോന്നുകയാണെങ്കിൽ താനൊന്ന് സ്നേഹത്തോടെ ചെന്ന് മോളെ അടുത്തെത്തി ഒന്ന് ചോദിക്കടോ. തീർച്ചയായിട്ടും മോള് കാര്യങ്ങൾ പറയും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് താൻ വിഷമിക്കേണ്ട. നിത്യമോൾക്ക് ഇനി എന്ത് സങ്കടം ഉണ്ടെങ്കിലും തന്റെ ഒപ്പം നിന്ന് ഞാനും മോളുടെ സങ്കടം പരിഹരിക്കാൻ കൂടെ ഉണ്ടാവും. എന്താ, അത് പോരേടോ എന്ന് സുജാതയോട് രഘു ചോദിച്ചു. ആ ചോദ്യം കേട്ട് സുജാത വളരെ സന്തോഷത്തോടെ രഘുവിനെ നോക്കി പുഞ്ചിരിക്കണം. അതിനുശേഷം ഹരിയുടെ അരികിലേക്ക് വീണ ചൂടുവെള്ളവുമായി എത്തി. ഹരിയേട്ടൻ 2 നേരം കുളിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് കുളിക്കാതെ കിടക്കാൻ ഈർച്ചയുണ്ടാവും. ഞാൻ എന്തായാലും ദേഹം ഒന്ന് ചൂടുവെള്ളത്തിൽ തുടയ്ക്കാം. ഹരിയേട്ടൻ ഷർട്ട് മാറിക്കേ എന്ന് പറഞ്ഞു. ഹരിയെ നിർബന്ധിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഹരിയെ നിർബന്ധപൂർവ്വം വീണ എഴുന്നേൽക്കാനായി പറയുകയും ഷർട്ട് ഊരാനായി വീണ തയ്യാറാകുന്നു. അപ്പോഴേക്കും ഹരി പറഞ്ഞു, വേണ്ട, ഞാൻ ഒരുക്കോളാം. പിന്നെ നീ മറ്റുള്ളവരെന്ത് പറയുമെന്നോ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നോ കരുതി ഇങ്ങനെയൊന്നും ചെയ്യണ്ട. അമ്മാവനെ ബോധ്യപ്പെടുത്താനുമായിട്ടും ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വീണ പറഞ്ഞു, അതെ, ഹരിയേട്ടന്റെ ദേഹം ഒന്ന് തുടയ്ക്കുന്നതിനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അല്ലാതെ എന്നെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ആരെങ്കിലും നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടോ ഒന്നുമല്ല എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായി ഞാൻ ഒരുങ്ങിയത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ശരിക്കും ഒരു വൃത്തികെട്ടവൾ തന്നെയാണ് എന്ന് വേണം പറയാൻ. പക്ഷേ എങ്കിലും ഞാൻ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ ഞാൻ ആരോടും ഒന്നും ചോദിക്കാനോ പറയാനോ വരുന്നില്ല. ഉടനെ ഹരി വീണയോട് പറഞ്ഞു, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഉടനെ വീണ പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം. അത് കേട്ടതും ഉടനെ ഞെട്ടലോടെ ഹരി നോക്കി. അപ്പോഴേക്കും വീണ വേഗം ഹരിയുടെ അരികിലേക്ക് വന്നിരുന്നിട്ട് ഹരിയുടെ കാല് തന്നെ മടിയിലേക്ക് വെച്ച് കാല് തുടച്ചു കൊടുക്കുന്നതിനിടയിൽ ഹരിയോട് വീണ പറഞ്ഞു, എനിക്കറിയാം ഹരിയേട്ടാ, നമ്മുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ഞാൻ ഒരു വൃത്തികെട്ടവളായി പോയി. കാരണം ഞാൻ മുന്നും നോക്കാതെ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അയാളിൽ ഒരു കുഞ്ഞും എനിക്കുണ്ടാകാൻ പോകുന്നു. പക്ഷേ ആ കുഞ്ഞിനെയും അയാളെയും എനിക്ക് പകയും വെറുപ്പുമാണ്. എന്നാൽ എനിക്ക് അതിനേക്കാൾ വെറുപ്പാണ് ഈ ഭാര്യ പദവി. അതുകൊണ്ട് എനിക്കിത് വേണ്ട. എനിക്ക് ഇതിൽ നിന്ന് മോചിതയാകണം. എത്രയും വേഗം എനിക്ക് വിവാഹമോചനം വേണം. അത് ഹരിയേട്ടൻ എനിക്ക് തരികയും ചെയ്യണം. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. ഈ ഭാര്യ പദവി എനിക്കിഷ്ടമില്ല എന്ന് ഹരിയോട് വീണ ആവശ്യപ്പെടുന്നു. ആ വാക്കുകൾ കേട്ട് ഹരി ആകെ ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോൾ അവിടേക്ക് വീണ അതിനുശേഷം വെള്ളവും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അകത്തേക്ക് രാമകൃഷ്ണൻ എത്തി. അമ്മാവനെ കണ്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ ഹരി ഇരിക്കുമ്പോൾ അമ്മാവൻ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം അറിയത്തില്ല മോനെ
ഇതെന്ത് കാരണത്താലാണെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അവൾ എന്താ നിന്നോട് പറഞ്ഞത് എന്ന് രാമകൃഷ്ണൻ ചോദിച്ചു. അത് കേട്ടതും ഹരി പറഞ്ഞു, അത് പിന്നെ എന്നോട് മനസ്സെപ്പോഴും സന്തോഷകരമായി ഇരിക്കണമെന്നും മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടായാൽ മാത്രമേ ശരീരത്തിലെ മുറിവുകൾ വേഗം ഉണങ്ങുകയുള്ളൂ എന്നൊക്കെയാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് ഹരി രാമകൃഷ്ണനോട് കളവ് പറയുന്നു. അത് കേട്ടതും രാമകൃഷ്ണൻ പറഞ്ഞു, ഇനി എന്തൊക്കെയാണെന്ന് ആർക്കറിയാം, എന്തായാലും ദൈവത്തിന് മാത്രം അറിയാം ഇനിയുള്ള അവളുടെ സ്വഭാവം എന്താണെന്ന് എന്ന് പറഞ്ഞ് മോൻ മോൻ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രാമകൃഷ്ണൻ പോകുന്നു. ഹരിയാകെ വിഷമത്തോടെ തന്നോട് വീണ ആവശ്യപ്പെട്ട കാര്യം എങ്ങനെ നിറവേറ്റി കൊടുക്കാൻ കഴിയുമോ എന്നതിന്റെ ആലോചനയിൽ ഹരി മുഴുകുന്നു. അതിനുശേഷം മുറ്റത്ത് നിന്ന് പൂക്കൾ ഇറുക്കാനായി എത്തിയ നിത്യയുടെ അരികിലേക്ക് വീണ്ടും ജീവനെത്തി. ഇനിയും അവൻ ആ ടെറസിൽ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണവൾ. ഇതുപോലെ ഒരു വൃത്തികെട്ടവള് എന്ന് ജീവൻ ആലോചിച്ചു. എന്നിട്ട് സാറയുടെ വീടിന്റെ ടെറസിൽ അവർ ഉണ്ടോ എന്നുകൂടി ജീവൻ നോക്കി. ആരെയും അവിടെ കാണാത്തത് കൊണ്ട് ജീവൻ എന്തായാലും ഇതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തേ തീരൂ എന്ന് ജീവൻ മനസ്സിൽ ഉറപ്പിച്ചു. അല്പസമയത്തിന് ശേഷം ജീവൻ വേഗം ഒരു മുഖംമൂടിയൊക്കെ ധരിച്ച് പെട്ടെന്ന് ആളെ തിരിച്ചറിയാത്ത വിധത്തിൽ വേഗം അവിടെ പൂ എറുത്തുകൊണ്ട് നിൽക്കുന്ന നിത്യയ്ക്ക് അരികിലേക്ക് എത്തി. നിത്യയെ ഭയപ്പെടുത്തുന്നു. നിത്യയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ നിത്യയെ ഉപദ്രവിക്കാനായി ഒരുങ്ങുന്ന ജീവന്റെ പിടിയിൽ നിന്ന് നിത്യ നിലവിളിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. രഘുവും ഒപ്പം അവിടേക്ക് ശരവണനും പിന്നാലെ സുജാതയും നിത്യയെ രക്ഷിക്കാനായി അവിടേക്ക് ജ്യോതിയും എല്ലാം എത്തി. അവരെല്ലാവരും ചേർന്ന് ജീവനെ പിടിച്ചു നിർത്തുന്നു. അവസാനം എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുതിരി മാറി ജീവൻ രക്ഷപ്പെടാനായി ശ്രമിച്ചു. ഈ സമയത്ത് ജീവന്റെ കയ്യിൽ കടന്നു പിടിച്ച ശരവണന് പെട്ടെന്ന് ചില സംശയങ്ങളൊക്കെ തോന്നും. നിത്യയ്ക്ക് ജീവനെ കണ്ടതും അത് ജീവൻ തന്നെ ഉപദ്രവിക്കാൻ വന്നത് ജീവനാണെന്ന് നിത്യയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് നിത്യ ജീവന്റെ മുഖം തോർത്ത് ഒരു ഇടി കൊടുക്കുമ്പോഴേക്കും ജീവൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നേരെ സാറയുടെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ സാറയുടെ വീട്ടിലേക്കാണ് അവൻ പോയത് എന്ന് ശരവണൻ വിളിച്ചു പറഞ്ഞത് കേട്ട് രഘുവും ആ കോളനിയിലുള്ള മറ്റു ചില പരിസരവാസികളുമെല്ലാം സാറയുടെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. ഈ സമയത്ത് സാറയുടെ വീട്ടിലേക്ക് കയറി വന്ന ജീവൻ ആരുടെയും കണ്ണിൽ പെടാതിരിക്കാനായി അകത്തേക്ക് മാറി. അപ്പോഴേക്കും സാറയുടെ വീട്ടുപടിക്കൽ സുജാതയും മറ്റെല്ലാവരും ആ കോളനിയിലുള്ള കുറച്ച് ആളുകളും കൂടി വന്നെത്തി. അവരെല്ലാവരും അകത്ത് കയറിയ ആളെ നിത്യയെ ഉപദ്രവിക്കാനെത്തിയ ആളെ കണ്ടെത്താനായി വളരെ പ്രതീക്ഷയോടെ ആ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു.